നമ്മുടെ ഇന്ത്യയിലെ ആദ്യമായിട്ട് IAS നേടിയ വനിത ആരാണെന്നറിയാമോ? വർഷങ്ങൾക്ക് മുൻപ് അമിതാഭ് ബച്ചൻ കോൻ ബനേഗ ക്രോർപതിയിൽ ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ ആ ഒരു ചോദ്യം വന്നതിന് ശേഷമാണ് പലരും ആരാണ് ആ വനിത എന്ന് അന്വേഷിച്ചു തുടങ്ങിയത്. ആ ജീവിത കഥയുടെ തുടക്കം പത്തനംതിട്ട നിരണത്ത് നിന്നുമാണ്. വനിതകൾക്ക് IAS സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാലത്താണ് അന്ന് ആ പടവുകളൊക്കെ സ്വയം വെട്ടിയൊരുക്കി നടന്നു കയറി ഒരാൾ ചരിത്രം എഴുതിയത്. ആ അന്ന മൽഹോത്ര വിട പറഞ്ഞ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. 1927 അന്നയുടെ ജനനം. മദ്രാസ് സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന സമയത്താണ് സഹപാഠികൾക്കൊപ്പം സിവിൽ സർവീസ് പരീക്ഷയിൽ എന്നാൽ ഒരു കൈ നോക്കിയേക്കാമെന്ന് അന്നയും തീരുമാനിക്കുന്നത്. 1950 സിവിൽ സർവീസ് പരീക്ഷ. മകളെ കോളേജ് അധ്യാപികയാക്കാൻ ആഗ്രഹിച്ചിരുന്ന വീട്ടുകാർക്ക് പുരുഷന്മാരുടെ മേഖലയായ സിവിൽ സർവീസ് എന്ന് കേട്ടപ്പോൾ എതിർപ്പായി. കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് നിർബന്ധം തുടർന്നപ്പോൾ അന്ന അതുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. കൂടെ എഴുതിയവരെല്ലാം പരാജയപ്പെട്ടപ്പോൾ അന്നയ്ക്ക് മികച്ച വിജയം നേടാനും കഴിഞ്ഞു. കാലം ആ ചരിത്ര മുഹൂർത്തം അന്നയ്ക്കായി കാത്തുവച്ചിരുന്നു എന്നതുപോലെ വിവാഹിതയായാൽ സർവീസിൽ നിന്നും പിരിച്ചുവിടും എന്ന മുന്നറിയിപ്പോടെയുള്ള നിയമനമായിരുന്നു അത്. ഇന്ത്യൻ സിവിൽ സർവീസ് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തുന്നിച്ചേർത്ത് മദ്രാസ് കേഡറിലേക്ക് ഇന്ത്യയിലെ ആദ്യ വനിതാ IASകാരി അങ്ങനെ നടന്നു കയറി. അത് സ്വതന്ത്ര ഇന്ത്യയിലെ സ്ത്രീ വിവേചനത്തിന്റെ തന്നെ ചരിത്രം മാറ്റിയെഴുതിയ സംഭവം കൂടിയായിരുന്നു. വിവാഹ നിയമം 2 വർഷത്തിനുള്ളിൽ തിരുത്തിയതോടെ അന്നയ്ക്ക് ജോലി നഷ്ടപ്പെട്ടില്ല. മദ്രാസിലെ ഹൊസൂർ ജില്ലയിൽ സബ് കളക്ടറായി തുടങ്ങി. അന്ന് ഹൊസൂരിൽ വൈദ്യുതി എത്തിയിട്ടില്ല. വികസനത്തിന് ആദ്യം വേണ്ടത് വൈദ്യുതിയാണെന്ന അന്നയുടെ ഇടപെടലിലൂടെ ഹൊസൂരിൽ വൈദ്യുതി വിളക്കും തെളിഞ്ഞു. ആ വെളിച്ചത്തിൽ നിന്നാണ് ഇന്നത്തെ ഹൊസൂർ എന്ന വ്യവസായ നഗരം പോലും വളർന്നു വന്നത്. ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി പദവികളും പിന്നീട് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി ഒക്കെയായി. അങ്ങനെ കേന്ദ്രത്തിൽ വകുപ്പ് സെക്രട്ടറി ആകുന്ന ആദ്യ വനിതയുമായി അന്ന. രാജ്യത്തിന്റെ അഭിമാനമായ മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖ നിർമ്മാണത്തിനും മുഖ്യ കാർമ്മികത്വം വഹിച്ചത് അന്നയായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന RN മൽഹോത്രയെയാണ് അന്ന വിവാഹം കഴിച്ചത്. സർവീസിൽ നിന്നൊക്കെ വിരമിച്ച് മുംബൈയിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരിക്കെ 91 വയസ്സിൽ 2018 ഇതുപോലൊരു സെപ്റ്റംബർ മാസം 17 അന്ന നമ്മളെയൊക്കെയും വിട പറഞ്ഞു പോയത്. സിവിൽ സർവീസ് രംഗത്ത് വനിതകളുടെ തിളക്കത്തിനും സാന്നിധ്യത്തിനും സ്ത്രീ മുന്നേറ്റത്തിനും തുടക്കം കുറിച്ച അന്ന മൽഹോത്രയുടെ വാക്കുകൾ എക്കാലത്തും നമുക്ക് ഓരോരുത്തർക്കും വഴിവിളക്കാണ്. ആണായാലും പെണ്ണായാലും പ്രശ്നങ്ങൾ കായികമായി നേരിടേണ്ടതില്ല. വിവേചന ബുദ്ധിയും സാഹചര്യവും അനുസരിച്ചുള്ള തീരുമാനമെടുക്കാൻ പുരുഷനൊപ്പം സ്ത്രീകൾക്കും കഴിയും. ഇങ്ങനെയായിരുന്നു അന്ന നമ്മൾക്ക് ഓരോരുത്തർക്കുമായി പറഞ്ഞത്.